സമകാലിക കലാരംഗത്തെക്കുറിച്ചുള്ള രാജ്യാന്തര ചർച്ചകൾക്കുള്ള സ്ഥിരം വേദിയായി കൊച്ചി ബിനാലെ മാറിയെന്ന് ഗവർണർ പി സദാശിവം. ഇന്ത്യൻ കലയെ രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിച്ചെന്നും ഗവർണർ പറഞ്ഞു. കൊച്ചി ബിനാലെയുടെ ഔപചാരിക സമാപനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഫോർട്ട് കൊച്ചി ആസ്പെൻ വാൾ വേദിയിലെ പതാക താഴ്ത്തിയതോടെ 108 നാൾ നീണ്ട കലാമാമാങ്കത്തിന് തിരശ്ശീല വീണു. കൊച്ചിയിൽ രാജ്യാന്തര കലാമാമാങ്കത്തിന് കൊടിയിറങ്ങുന്നു. 30 രാജ്യങ്ങളിൽ നിന്നുള്ള 94 കലാകാരന്മാർ, അവരുടെ 100 സൃഷ്ടികൾ. 108 ദിവസം നീണ്ട കലാമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കം. കൊച്ചി ദർബാർ ഗ്രൗണ്ടിൽ നടന്ന ഔപചാരിക സമാപന സമ്മേളനം കലാകാരന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. സമകാലിക കലാരംഗത്തെക്കുറിച്ചുള്ള രാജ്യാന്തര ചർച്ചകൾക്കുള്ള സ്ഥിരം വേദിയായി കൊച്ചി ബിനാലെ മാറിയെന്ന് ഗവർണർ പി സദാശിവം പറഞ്ഞു. ബിനാലെ എന്ന വാക്ക് കേരളത്തിൽ ഇപ്പോൾ സുപരിചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി മുസിരിസ് ബിനാലെ has put Kochi and Kerala on the global cultural map and created a sustainable platform for long-term cultural discourse and engagement in Kerala. ആദ്യ ബിനാലെയുടെ സമയത്ത് ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ രണ്ടാമത്തെ ബിനാലെയ്ക്ക് സാധിച്ചെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു. When the first edition of Binale was proposed, there was lot of opposition, lot of criticism, and when the second Binale happened, all this criticism has vanished. സമ്മേളനത്തിന് ശേഷം നാടകവും നൃത്തവും പുതുതലമുറ ട്രാൻസ് സംഗീതവുമായി എത്തിയ ജാസ് ബാസ്റ്റാർഡ്സും ചടുല സംഗീതത്തിന്റെ പുതിയ ഭാവങ്ങൾ തീർത്ത ദ സ്കാവഞ്ചേഴ്സും കാണികളുടെ മനം കവർന്നു. മനോരമ ന്യൂസ്, കൊച്ചി.